എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മജൂഷ്. ഇന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കാരമൽ പോപ്കോൺ ആണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഈ കാരമൽ പോപ്കോൺ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കിഡ്സ് റെസിപ്പികൾ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കാരമൽ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 6 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കത്തി വെച്ചിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാതും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ആദ്യം തന്നെ നമ്മളിപ്പോൾ അതിനൊരു പീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞ് പോവും. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തണുത്ത പോലെ ആയിരിക്കും നമ്മുടെ പോപ്കോൺ. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അതൊന്നൊരു പീസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ക്രിസ്പി ആയിട്ട് വന്നിട്ടും ഇതുപോലെ ക്രിസ്പി ആയൊരു ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. ബട്ടർ ചെറുതായി ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം ഇളക്കി അതിൻ്റെ ചെറുതായി കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കൂടി കളറ് മാറും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റാവും വേണം. അപ്പോൾ നമ്മുടെ ഷുഗർ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട വശം തന്നെ അതൊന്ന് പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ പതിയൊന്ന് മാറുന്ന വരയ്ക്ക് കയ്യിൽ വെച്ച് ഇളക്കി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലേക്കും കോട്ടാവുന്ന രീതിയിൽ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എല്ലാ സൈഡിലേക്കും കോട്ടായതിന് ശേഷം വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരു പരന്ന ഒരു പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പറ്റാവുന്ന രീതിയിലൊന്ന് അടർത്തിയിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഓരോ പീസ് ഇങ്ങനെ അടർത്തിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ ചൂടാറി വരുമ്പോൾ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് അടർത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാരമൽ ബ്രെഡ് പോപ്കോൺ ഇത് റെഡി ആയിട്ടുണ്ട്. കൈ വെച്ചിട്ട് നമുക്ക് ഓരോന്നും അടർത്തിയെടുത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എപ്പോൾ പാത്രം കാലിയായെന്ന് ചോദിച്ചാൽ മതി. അത്രയും പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ ബ്രെഡൊക്കെ ഒരു പാക്കറ്റ് മേടിച്ച് ബാക്കിയാവുമ്പോൾ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചിലവില്ലാണ്ടിരിക്കുന്നൊരു ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് കാരമൽ പോപ്കോൺ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.